മാധുവിലേക്കാണ്. കേന്ദ്രതന്ത്രം പരാജയപ്പെടുകയായിരുന്നോ ചെയ്തത്? ഞാൻ 8:30 ഉറ്റുനോക്കുകയാണ്. എന്താണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും തന്ത്രം പൊളിഞ്ഞോ എന്നുള്ളതിന്റെ ഉത്തരം പറയാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിലിപ്പോൾ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നത്, പാർലമെന്റിൽ പരാജയപ്പെട്ടത് ഒരു ബില്ലാണ്, ഒരു ഭേദഗതി ബില്ലാണ്. അത് പാസ്സാകുമെന്ന ഒരു ഉറപ്പോ പാസ്സാകാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകളോ നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തോൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് ഞാൻ ഈ 2 ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കുന്ന ഒന്ന്. അപ്പോൾ അതിന് ശേഷമാണ് ഈ തന്ത്രം സ്റ്റേജ് ചെയ്യപ്പെടുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നോക്കൂ. BJPയുടെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒരു വാചകം പ്രധാനമന്ത്രി പറഞ്ഞു എന്ന നിലയ്ക്ക് ദേശീയ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് വളരെ നിഷ്കളങ്കമായി പുറത്തേക്ക് തെറിച്ചൊന്നും വരില്ല. അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടും രാഷ്ട്രീയ തീരുമാനം കൊണ്ടും മാത്രം നടപ്പിലാകുന്ന ഒന്നാണ്. ആ വാചകം ഇങ്ങനെയായിരുന്നു: അത് പ്രതിപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസൃതമായൊരു രാഷ്ട്രീയ തന്ത്രം നമ്മൾ ഇപ്പോൾ കണ്ടതിനപ്പുറത്ത് പാർലമെന്റിൽ കണ്ടതൊരു തന്ത്രമായി ഞാൻ കാണുന്നില്ല, അതിന് മുന്നോടി എന്ന നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കണ്ടതിനപ്പുറത്തേക്കൊരു തന്ത്രം അണിയറയിലേ നിൽക്കുന്നുള്ളൂ. അത് പരാജയപ്പെട്ടു എന്ന് പറയാനും വിധി എഴുതാനും ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നോക്കൂ, ഇതിന്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയും KC വേണുഗോപാലും തമ്മിൽ പാർലമെന്റിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായി. ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നടപ്പിലാക്കൂ, ഈ 543 നടപ്പിലാക്കൂ, എന്നിട്ട് ആ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ എന്ന് KC വേണുഗോപാലും പറയുന്നുണ്ട്. ഇത് ക്ലബ് ചെയ്ത് കൊണ്ടുവരുന്നത്, അതായത് ഈ ഡീലിമിറ്റേഷനും സ്ത്രീ സംവരണവും ക്ലബ് ചെയ്ത് കൊണ്ടുവരുന്നത്, ഭേദഗതിയിലും കൊണ്ടുവരുന്നത് അത് വിജയിക്കുമെന്ന് കരുതിയിട്ടല്ല. അത് പ്രതിപക്ഷം ഒത്തുചേർന്ന് നിന്ന് നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ ഒരു നരേന്ദ്രമോദി നയിക്കുന്ന ഭരണപക്ഷത്തെ പാർലമെന്റിൽ പരാജയപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വലിയ വിക്ടറി നേടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന മുന്നണിക്ക് മുന്നിലേക്ക് മറ്റെന്തോ ഒരു രാഷ്ട്രീയ തന്ത്രം നമുക്ക് ഓർമ്മയുണ്ട്. ചായ്വാല പരാമർശം ഓർമ്മയുണ്ട്, ശക്തി പരാമർശം ഓർമ്മയുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഉപയോഗിച്ച പല സ്ട്രാറ്റജികളും പൊളിഞ്ഞ് ഇല്ലാതെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാ മോദി എന്നുള്ളത് ഒരു സാമുദായിക പേരാണ് എന്നതടക്കമുള്ള നിയമയുദ്ധങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ തരത്തിൽ മറ്റെന്തോ കൂടി വരാനിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ തന്ത്രത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. Meet the editors.